Maranishum Shiho, Zverso Mahioniso Men, Locos Masabrono, Danzabar Haifukon, Lolmo. Melzodalo hodis mazan sultoka istomaria olendeno kan ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം കാണുവോളം മരണം അനുഭവിക്കാത്തവൻ ഇവിടെ നിൽക്കുന്നവരിൽ ചിലരുണ്ട്. ഈ വചനങ്ങൾക്ക് ശേഷം 8 ദിവസത്തോളം കഴിഞ്ഞ് യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു പർവ്വതത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ അവന്റെ മുഖഭാവം മാറുകയും വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങുകയും ചെയ്തു. അപ്പോൾ മോശ, ഏലിയ എന്ന 2 മനുഷ്യർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. യെരൂശലേമിൽ നിവർത്തിക്കപ്പെടുവാനിരുന്ന അവന്റെ നിര്യാണത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. പത്രോസും അവന്റെ കൂടെയുള്ളവരും നിദ്രാഭാരമുള്ളവരായിരുന്നു. അവർ പ്രയാസപ്പെട്ടു ഉണർന്ന് അവന്റെ മൗത്തത്തെയും അടുക്കൽ നിന്നിരുന്ന ആ 2 മനുഷ്യരെയും കണ്ടു. അവർ 2 പേരും പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയപ്പോൾ പത്രോസ് യേശുവിനോട്, റബ്ബീ, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇത് തന്നെ കൊള്ളാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയായ്ക്കുമായി 3 കൂടാരങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പറയുന്നത് എന്താണെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല. അവൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. മോശയും ഏലിയാവും മേഘത്തിൽ പ്രവേശിച്ചതായി കണ്ട് അവർ ഭയപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ അനുസരിപ്പീൻ എന്ന് പറയുന്നതായ ഒരു ശബ്ദം മേഘത്തിൽ നിന്നുണ്ടാകുകയും ചെയ്തു. ഈ ശബ്ദമുണ്ടായപ്പോൾ യേശുദാൻ മാത്രമായി കാണപ്പെട്ടു. തങ്ങൾ കണ്ട കാര്യം ഈ കാലത്ത് ആരോടും പറയാതെ അവർ മൗനമായിരുന്നു. ഇല്ല കേൾക്കൂ.